ഹായ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ നമുക്ക് അനാലിറ്റിക്കൽ കെമിസ്ട്രിയിലെ നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാം. ഇൻ്റർഫെറിങ് ആസിഡ് റാഡിക്കൽസ്. സോ വാട്ട് ഈസ് ആൻ ഇൻ്റർഫെറിങ് ആസിഡ് റാഡിക്കൽ ഓർ ഇൻ്റർഫെറിങ് ആനയോൺ? Anions that interfere in the normal scheme of systematic cation analysis is known as interfering anion. 2 പോയിന്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്, ചെറിയൊരു മിസ്റ്റേക്ക് മനസ്സിലാക്കുക. അപ്പോൾ എന്താണ് വാട്ട് ആർ ഇൻ്റർഫിയറിംഗ് ആനയോൺസ് അല്ലെങ്കിൽ ഇൻ്റർഫിയറിംഗ് ആസിഡ് റാഡിക്കൽസ്? ആനയോൺസ് ദാറ്റ് ഇൻ്റർഫിയർ ഇൻ ദ നോർമൽ സ്കീം ഓഫ് കാറ്റയോൺ അനാലിസിസ്. നമ്മൾ കാറ്റയോൺ അനാലിസിസ് സിസ്റ്റമാറ്റിക് ആയിട്ട് സ്കീം അനുസരിച്ചിട്ട് ചെയ്യുന്ന സമയത്ത് ചില ആനയോൺസ് ഇൻ്റർഫിയർ ചെയ്യും. അതായത് ആ ആനയോൺസിൻ്റെ പ്രസൻസ് കാരണം ചില പ്രിസിപ്പിറ്റേറ്റ് തരും, നമ്മുടെ അനാലിസിസിനെ മിസ്ഗൈഡ് ചെയ്യും. അപ്പോൾ അങ്ങനത്തെ ആനയോൺസിനെയാണ് നമ്മൾ ഇൻ്റർഫിയറിംഗ് ആനയോൺസ് എന്ന് പറയുക. എക്സാമ്പിളായിട്ട് ക്രോമേറ്റ്, ആർസനൈറ്റ്, ആർസനേറ്റ്, ഓക്സലേറ്റ്, ബോറേറ്റ്, ഫ്ലൂറൈഡ്, ഫോസ്ഫേറ്റ് ഒക്കെ അതിന് എക്സാമ്പിളാണ്. അതിൽ ആദ്യത്തെ 3 അതായത് ക്രോമേറ്റ്, ആർസനൈറ്റ്, ആർസനേറ്റ്, അത് 3 ഗ്രൂപ്പ് 2 ഇൻ്റർഫിയർ ചെയ്യുക. ബാക്കി വരുന്നത് ഓക്സലേറ്റ്, ഫ്ലൂറൈഡ്, ബോറേറ്റ്, ഫോസ്ഫേറ്റ് ഒക്കെ ഗ്രൂപ്പ് 3 ഇൻ്റർഫിയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നോർമൽ സിസ്റ്റമാറ്റിക് സ്കീം അനുസരിച്ചിട്ട് നമ്മൾ കാറ്റയോൺസിനെ അനലൈസ് ചെയ്യുമ്പോൾ ചില ആനയോൺസ് ഇൻ്റർഫിയർ ചെയ്യും. ആ ഇൻ്റർഫിയർ ചെയ്യുന്ന ആനയോൺസിനെയാണ് നമ്മൾ ഇൻ്റർഫിയറിംഗ് ആനയോൺസ് അല്ലെങ്കിൽ ഇൻ്റർഫിയറിംഗ് ആസിഡ് റാഡിക്കൽസ് എന്ന് പറയുക. അതിന് 2 ടൈപ്പാണ് നമ്മൾ പറഞ്ഞത്. ഒരെണ്ണം ഗ്രൂപ്പ് 2 ഇൻ്റർഫിയർ ചെയ്യണതും, 2 ടൈപ്പല്ല, ഒരെണ്ണം ഗ്രൂപ്പ് 2 ഇൻ്റർഫിയർ ചെയ്യണതും, ഒരെണ്ണം ഗ്രൂപ്പ് 3 ഇൻ്റർഫിയർ ചെയ്യണതും. ഇനി ഇതിൻ്റെ നേച്ചർ ഓഫ് ഇൻ്റർഫറൻസ്, എങ്ങനെയാണ് അത് ഇൻ്റർഫിയർ ചെയ്യുക എന്നുള്ളതിൻ്റെ നേച്ചറിനെ ബേസ് ചെയ്തിട്ട് 3 ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ ആദ്യത്തെയാണ് ആനയോൺസ് കോസിങ് അൺവാണ്ടഡ് പ്രസിപ്പിറ്റേറ്റ് ഓൺ എഡിഷൻ ഓഫ് ഗ്രൂപ്പ് റിയേജൻറ്റ്. ഗ്രൂപ്പ് റിയേജൻ്റ് ആഡ് ചെയ്യുന്ന സമയത്ത് അൺവാണ്ടഡ് പ്രസിപ്പിറ്റേറ്റ് തരുന്നതാണ് ആദ്യത്തെ ക്ലാസ്. രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ആനയോൺസ് കോസിങ് പ്രസിപ്പിറ്റേഷൻ ഓഫ് മെറ്റൽസ് ഔട്ട്സൈഡ് ദെയർ ഓൺ ഗ്രൂപ്പ്. അപ്പോൾ നമ്മളൊരു ഗ്രൂപ്പ്, സപ്പോസ് നമ്മൾ ഗ്രൂപ്പ് 3 ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ വേറെ ഗ്രൂപ്പിലത്തെ മെറ്റൽസിനെ പ്രസിപ്പിറ്റേറ്റ് ചെയ്യിപ്പിക്കുക. അപ്പോഴും നമ്മളെ മിസ്ഗൈഡ് ചെയ്യും. നമ്മൾ ഗ്രൂപ്പ് 3 ആണെന്ന് വിചാരിച്ചിട്ട് അനാലിസിസ് നടത്തും, പക്ഷേ ആക്ച്വലി ആ ഗ്രൂപ്പിലത്തെ മെറ്റലാവില്ല അവിടെ പ്രസൻ്റ് ആയിട്ടുണ്ടാവുക. അങ്ങനെ ഏത് ഗ്രൂപ്പിലത്തെയാണോ ആ ഗ്രൂപ്പിലത്തെ മെറ്റൽ അല്ലാണ്ട് വേറെ ഗ്രൂപ്പിലത്തെ മെറ്റലിനെ പ്രസിപ്പിറ്റേറ്റ് ചെയ്യണതാണ് അടുത്തൊരു കാറ്റഗറി. 3ാമത്തെ കാറ്റഗറി എന്ന് പറയുന്നതാണ് ആനയോൺസ് കോസിങ് ഫോർമേഷൻ ഓഫ് സ്റ്റേബിൾ അയോൺസ് ഇൻ ദ സൊല്യൂഷൻ. അപ്പോൾ നമ്മുടെ സൊല്യൂഷനിൽ സ്റ്റേബിൾ കോംപ്ലക്സ് അയോണുകൾ ഫോം ചെയ്യും. അപ്പോൾ അങ്ങനെ ആകുമ്പോഴും നമ്മുടെ അനാലിസിസിനെ ഇൻ്റർഫിയർ ചെയ്യും. അപ്പോൾ ഓരോന്നും എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യത്തെ കാറ്റഗറിയാണ് ആനയോൺസ് കോസിങ് അൺവാണ്ടഡ് പ്രസിപ്പിറ്റേഷൻ ഓൺ അഡീഷൻ ഓഫ് ഗ്രൂപ്പ് റിയേജൻറ്റ്. ഗ്രൂപ്പ് റിയേജൻറ്റ് ആഡ് ചെയ്യുന്ന സമയത്ത് അൺവാണ്ടഡ് ആയിട്ടുള്ള പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യുക. അതിൻ്റെ എന്താണെന്ന് നോക്കാം. എക്സാമ്പിളായിട്ട് ആർസനൈറ്റ്, ആർസനേറ്റ് ആൻഡ് ക്രോമേറ്റ് ആണ് അതിന് എക്സാമ്പിളായിട്ട് പറഞ്ഞത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ 3 ഗ്രൂപ്പ് 2 ഇൻ്റർഫിയർ ചെയ്യുക. അപ്പോൾ ഗ്രൂപ്പ് 2 ഇൻ്റർഫിയർ ചെയ്യുക എന്ന് പറയുമ്പോൾ ഇതിൻ്റെയൊക്കെ ഗ്രൂപ്പ് റിയേജൻ്റ് ആഡ് ചെയ്യുന്ന സമയത്ത് ആസിഡിൽ എടുക്കുമ്പോൾ അതൊക്കെ ഇതിൻ്റെ സോൾട്ടുകളൊക്കെ ആർസനേറ്റ് വരണതും ആ സോൾട്ടൊക്കെ ഡിസോൾവ് ചെയ്ത് പോകും. അപ്പോൾ അത് അവിടെ ഒരു പ്രസിപ്പിറ്റേറ്റും ഫോം ചെയ്യില്ല. അത് കഴിഞ്ഞിട്ട് നമ്മളതിൽ H2S ആഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വിചാരിക്കുന്നത് എന്താ, H2S ആഡ് ചെയ്യുമ്പോൾ HCl കൂടെ H2S ആഡ് ചെയ്യുന്ന സമയത്ത് ഗ്രൂപ്പ് 2 കാറ്റയോൺ പ്രസിപ്പിറ്റേറ്റ് ചെയ്യണം. പക്ഷേ അതിൻ്റെ കൂടെ ആർസനേറ്റും ക്രോമേറ്റും ഉണ്ടെങ്കിൽ അതുകൂടെ പ്രസിപ്പിറ്റേറ്റ് ചെയ്യും. അപ്പോൾ ആർസനേറ്റ് ആണെങ്കിൽ ആർസനേറ്റിൻ്റെ സൾഫൈഡ് ആയിട്ടാണ് പ്രസിപ്പിറ്റേറ്റ് ചെയ്യുക. അപ്പോൾ നോക്കൂ, ഇക്വേഷൻ നോക്കൂ. ആർസനേറ്റിനെ H2S ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് ആർസനിക് സൾഫൈഡ് ആയിട്ട് മാറി. ഈ ആർസനിക് സൾഫൈഡ് പ്രസിപ്പിറ്റേറ്റ് ചെയ്യും. ഗ്രൂപ്പ് 2 മെറ്റൽസിൻ്റെ കൂടെ ഇതും പ്രസിപ്പിറ്റേറ്റ് ചെയ്യും. ഇനി അതുപോലെ ആർസനേറ്റ് ആണെങ്കിൽ H2Sനെ ആദ്യം ഓക്സിഡൈസ് ചെയ്തിട്ട് സൾഫർ ആക്കിയിട്ട് മാറ്റും. അപ്പോൾ സൾഫർ അവിടെ H2S പാസ് ചെയ്യുമ്പോൾ ധാരാളം സൾഫർ ഉപയോഗിക്കും, ലാർജ് എമൗണ്ട് ഓഫ് സൾഫർ അവിടെ ഉപയോഗിക്കും. അതേപോലെ തന്നെ നോക്കൂ, ആദ്യം H3ASO4 ASO3 ആയിട്ട് ആർസനൈറ്റ് ആയിട്ട് മാറി. ഈ ആർസനൈറ്റ് H2S ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് ആർസനിക് സൾഫൈഡ് ആയിട്ട് മാറും. ആദ്യം H2Sനെ ഓക്സിഡൈസ് ചെയ്തു,
അത് കഴിഞ്ഞിട്ട് ആർസനേറ്റ് ആദ്യം H2S ഓക്സിഡൈസ് ചെയ്തിട്ട് സൾഫർ ആക്കിയിട്ട് മാറ്റി വീണ്ടും ആ ഫോം ചെയ്തിട്ടുള്ള H3AsO3 ആർസനൈറ്റ് അതെന്തായിട്ട് മാറി, അത് വീണ്ടും H2S റിയാക്ട് ചെയ്തിട്ട് അതിൻ്റെ കറസ്പോണ്ടിങ് സൾഫൈഡായിട്ട് പ്രിസിപ്പിറ്റേറ്റ് ചെയ്തു. അപ്പം ഇത് ആണ് ആർസനൈറ്റ് വരുമ്പോഴും അവിടെ ഇങ്ങനെയാണ് റിയാക്ഷൻ നടക്കുക. ഇനി അടുത്തൊരു ക്ലാസ് നമ്മൾ പറഞ്ഞത് ഏതായിരുന്നു? ക്രോമേറ്റ് ആണ്. ക്രോമേറ്റും ഇതേപോലെ H2S സൾഫർ ആക്കിയിട്ട് ഓക്സിഡൈസ് ചെയ്യും. നോക്കൂ, H2CrO4 ക്രോമേറ്റ് അയോണ് അതെന്ത് ചെയ്തു? ക്രോമേറ്റ് ഉള്ളത് എന്ത് ചെയ്തു? HCl റിയാക്ട് ചെയ്തു. H2S എന്താക്കി മാറ്റി? സൾഫർ ആക്കിയിട്ട് മാറ്റി, സൾഫർ ആക്കിയിട്ട് ഓക്സിഡൈസ് ചെയ്തു. അപ്പം ഈ രീതിയിലാണ് ആർസനേറ്റ് ആണെങ്കിൽ ആർസനിക് സൾഫൈഡ് പ്രിസിപ്പിറ്റേറ്റ് ചെയ്യും, ആർസനേറ്റ് ആണെങ്കിൽ ആർസനിക് സൾഫൈഡ് പ്രിസിപ്പിറ്റേറ്റ് ചെയ്യണ കൂടെ തന്നെ H2S സൾഫർ ആയിട്ട് ഓക്സിഡൈസ് ചെയ്യണതുകൊണ്ട് ലാർജ് എമൗണ്ട് ഓഫ് സൾഫർ അവിടെ H2S അവിടെ ഉപയോഗിക്കുകയാണ്. സൾഫറിൻ്റെ കോൺസെൻട്രേഷൻ നല്ലോണം കൂടുന്നു. ആ സൾഫറിൻ്റെ കോൺസെൻട്രേഷൻ കൂടാൻ കാരണം എന്താ? നമ്മൾ സൊല്യൂഷനിലേക്ക് പാസ് ചെയ്യുന്ന H2S മുഴുവൻ അത് സൾഫറാക്കിയിട്ട് മാറ്റുകയാണ് ചെയ്യണത്, ഓക്സിഡൈസ് ചെയ്യുകയാണ് ചെയ്യണത്. അതേപോലെ തന്നെയാണ് ക്രോമേറ്റും. അതേ അവിടെ പ്രിസിപ്പിറ്റേറ്റ് ഫോം ചെയ്യും എലോങ് വിത്ത് ദ ഓക്സിഡേഷൻ ഓഫ് H2S ടു സൾഫർ. അപ്പോൾ ഈ കാറ്റയോൺ അനാലിസിസ് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഗ്രൂപ്പ് 2 കുറേ H2 ഹൈഡ്രജൻ സൾഫൈഡ് ഉപയോഗിക്കും. അപ്പോൾ ഇതാണ് അൺവാണ്ടഡ് പ്രിസിപ്പിറ്റേറ്റ് ഫോം ചെയ്യുന്ന റിയേജൻറ്റ്. ഇത് ആക്ച്വലി ഗ്രൂപ്പ് 2 പ്രിസിപ്പിറ്റേറ്റ് അല്ല. ഇവിടെ പ്രിസിപ്പിറ്റേറ്റ് ഫോം ചെയ്തത് ഏതൊക്കെയാണ്? ആർസനിക് സൾഫൈഡും അതേപോലെ തന്നെ ആർസനിക് സൾഫൈഡിൻ്റെ അതേപോലെ ക്രോമേറ്റിൻ്റെ അതിൻ്റെ പ്രിസിപ്പിറ്റേറ്റ് ക്ലോറൈഡായിട്ട് മാറിയിട്ടുള്ള പ്രിസിപ്പിറ്റേറ്റ് ഒക്കെയാണ് അവിടെ ഫോം ചെയ്തിരിക്കുന്നത്. ആക്ച്വലി ഗ്രൂപ്പ് 2 കാറ്റയോൺ അല്ല അവിടെ. അടുത്തൊരു കാറ്റഗറിയാണ് ആനയോൺസ് കോസിങ് പ്രിസിപ്പിറ്റേഷൻ ഓഫ് മെറ്റൽസ് ഔട്ട്സൈഡ് ദെയർ ഓൺ ഗ്രൂപ്പ്. അപ്പോൾ അതിൻ്റെ എക്സാമ്പിളാണ് ഓക്സലേറ്റ്, ബോറേറ്റ്, ഫ്ലൂറൈഡ്, ഫോസ്ഫേറ്റ് ഒക്കെ. ഇവിടെ നമുക്കറിയാം ഇത് മൂന്നും ഗ്രൂപ്പ് 1 ഗ്രൂപ്പ് 2 ഇൻ്റർഫിയർ ചെയ്യില്ല. കാരണം ഇത് ഓക്സലേറ്റ്, ബോറേറ്റ്, ഫ്ലൂറൈഡ്, ഫോസ്ഫേറ്റ് ഒക്കെ ഗ്രൂപ്പ് 1 2 പ്രിസിപ്പിറ്റേറ്റ് ചെയ്യില്ല എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ സോൾട്ട് വാട്ടറിൽ ഇൻസോല്യൂബിൾ ആണ്. HCl ഡിസോൾവ് ചെയ്യും. സ്ലൈറ്റ് ആയിട്ടുള്ള കറസ്പോണ്ടിങ് ആസിഡ്, അതായത് ഓക്സലേറ്റ് ആണെങ്കിൽ ഓക്സാലിക് ആസിഡ്, ബോറിക് ആസിഡ്, ഫ്ലൂറിക് ആസിഡ്, ഹൈഡ്രോഫ്ലൂറിക് ആസിഡ്, അതേപോലെ തന്നെ ഫോസ്ഫോറിക് ആസിഡ് ഒക്കെ വീക്ക് ആസിഡ്സ് ആയിട്ട് സൊല്യൂഷനിൽ റിമെയിൻ ചെയ്യും. ഹൈഡ്രോഫ്ലൂറിക് ആസിഡ്, ഫോസ്ഫോറിക് ആസിഡ് ഒക്കെ ആയിട്ട് അത് സൊല്യൂഷനിൽ റിമെയിൻ ചെയ്യും. അത് സോല്യൂബിൾ ആയതുകൊണ്ട് അവിടെ പ്രിസിപ്പിറ്റേറ്റ് ഫോം ചെയ്യില്ല. ബട്ട് അതിലേക്ക് their dissolved salt dissolves in HCl to form corresponding metal chloride. ഓക്സലേറ്റ് ആണെങ്കിലും ഇത് ഓക്സലേറ്റ് ഒക്കെ മെറ്റലുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് HCl കമ്പൈൻ ചെയ്തിട്ട് കറസ്പോണ്ടിങ് മെറ്റൽ ക്ലോറൈഡുകൾ ഫോം ചെയ്യും. ഓക്കെ, ദീസ് വീക്ക് ആസിഡ് ബീങ് നോൺ വോളറ്റൈൽ റിമെയിൻസ് ഇൻ സൊല്യൂഷൻ. അത് നോൺ വോളറ്റൈൽ ആയതുകൊണ്ട് സൊല്യൂഷനിൽ റിമെയിൻ ചെയ്യും. അതിൽ HCl ആഡ് ചെയ്യുമ്പോൾ ഇൻ്റർഫിയർ ചെയ്യില്ല. അത് കഴിഞ്ഞിട്ട് ബട്ട് വെൻ ഗ്രൂപ്പ് 3 റിയേജൻസ് ആർ ആഡഡ് ടു ദീസ് ആസിഡ്സ്, അത് ഗ്രൂപ്പ് 3 റിയേജൻ്റ് ആഡ് ചെയ്യുമ്പോൾ അത് ന്യൂട്രലൈസ് ചെയ്യും. ദേ ഗെറ്റ് പ്രിസിപ്പിറ്റേറ്റഡ് അലോങ് വിത്ത് ഗ്രൂപ്പ് 3 പ്രിസിപ്പിറ്റേറ്റ്. അത് ഗ്രൂപ്പ് 3 പ്രിസിപ്പിറ്റേറ്റിൻ്റെ കൂടെ തന്നെ പ്രിസിപ്പിറ്റേറ്റ് ചെയ്യും. അപ്പോൾ അതാണ് നമ്മൾ പറഞ്ഞത്. അതായത് H2C2O4 അതായത് ഓക്സാലിക് ആസിഡ്, അതിൽ ആദ്യം നമ്മൾ HCl H2S ഒക്കെ പാസ് ചെയ്യുന്ന സമയത്ത് അത് കറസ്പോണ്ടിങ് മെറ്റൽ ക്ലോറൈഡായിട്ട് അല്ലെങ്കിൽ വീക്ക് ആസിഡായിട്ട് സൊല്യൂഷനിൽ റിമെയിൻ ചെയ്യുകയാണ്. അത് അവിടെ ഇൻ്റർഫിയർ ചെയ്യണില്ല. നോൺ വോളറ്റൈലാണ്, വീക്ക് ആസിഡ്സ് അത് സൊല്യൂഷനിൽ ഇൻ്റർഫിയർ ചെയ്യുന്നു. ഓക്സാലിക് ആസിഡ്, അതേപോലെ ബോറിക് ആസിഡ്, ഹൈഡ്രോഫ്ലൂറിക് ആസിഡ്, ഫോസ്ഫോറിക് ആസിഡ് ഒക്കെ ആയിട്ട് അത് സൊല്യൂഷനിൽ വീക്ക് ആസിഡ്സ് ആയിട്ട് സൊല്യൂഷനിൽ റിമെയിൻ ചെയ്യുന്നു. ബട്ട് വെൻ ഗ്രൂപ്പ് 3 റിയേജൻ ദാറ്റ് ഇസ് അമോണിയം ഹൈഡ്രോക്സൈഡ് ഇസ് ആഡഡ്, ഇറ്റ് ഗെറ്റ്സ് പ്രിസിപ്പിറ്റേറ്റഡ്. ന്യൂട്രലൈസ് ചെയ്യും, അവിടെ പ്രിസിപ്പിറ്റേറ്റ് ചെയ്യും. കണ്ടോ, അമോണിയം ഓക്സലേറ്റിൻ്റെ പ്രിസിപ്പിറ്റേറ്റ് അവിടെ കണ്ടില്ലേ? ആ പ്രിസിപ്പിറ്റേറ്റ് വീണ്ടും എന്താണ്, കാൽഷ്യം ക്ലോറൈഡുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് അവിടെ കാൽഷ്യം ഓക്സലേറ്റ് ആയിട്ട് പ്രിസിപ്പിറ്റേറ്റ് ചെയ്യണം. അപ്പോൾ ആ ഗ്രൂപ്പ് 3 നമ്മൾ വിചാരിച്ചിട്ടുള്ള ഏതാണോ അയോൺ ഉള്ളത് അതല്ല അവിടെ പ്രിസിപ്പിറ്റേറ്റ് ചെയ്യണത്. ഇതാണ് നമ്മൾ ഇതിൻ്റെ അനാലിസിസിൽ പറഞ്ഞത്.
ഇതേപോലെ തന്നെ ദാറ്റ് ഇസ് ഓക്സലൈറ്റ്, ഫ്ലൂറൈഡ്, ബോറേറ്റ്, ഫോസ്ഫേറ്റ് കോസ് precipitation ഓഫ് സബ്സിക്വൻറ്റ് ഗ്രൂപ്പ്സ് അലോങ് വിത്ത് ഗ്രൂപ്പ് 3. ഇവിടെ കാൽഷ്യത്തിൻ്റെയും കൂടി കാൽഷ്യം ഓക്സലേറ്റ് കൂടി precipitate ചെയ്തു. അലോങ് വിത്ത് ഗ്രൂപ്പ് 3 വേറൊരു ഗ്രൂപ്പിൻ്റെ മെറ്റൽ കൂടി അവിടെ precipitate ചെയ്തു. ഇതാണ് രണ്ടാമത്തെ കാറ്റഗറിയിൽ വരുന്നത്. ഇനി മൂന്നാമത്തെ കാറ്റഗറിയാണ് ആനയോൺസ് കോസിംഗ് ഫോർമേഷൻ ഓഫ് സ്റ്റേബിൾ കോംപ്ലക്സ് അയോൺ ഇൻ സൊല്യൂഷൻ. സൊല്യൂഷനിൽ കോംപ്ലക്സ് അയോൺസ് ഫോം ചെയ്യുക. അതിന് എക്സാമ്പിളാണ് ഓക്സലേറ്റ്. ഓക്സലേറ്റ് കോർഡിനേറ്റിംഗ് ലിഗാൻഡായിട്ട് ആക്ട് ചെയ്യും. വേറെ മെറ്റൽസും ഒക്കെ ആയിട്ട് കമ്പൈൻ ചെയ്തിട്ട് സ്റ്റേബിൾ ആയിട്ടുള്ള കോംപ്ലക്സ് ഫോം ചെയ്യും. ഇറ്റ് ആക്ട് ആസ് കോർഡിനേറ്റിംഗ് ലിഗാൻഡ് കോസിംഗ് ദ മാസ്കിംഗ് ഓഫ് നമ്പർ ഓഫ് മെറ്റൽസ് ത്രൂ ദ ഫോർമേഷൻ ഓഫ് കോംപ്ലക്സ്. മെറ്റലൊക്കെ അവിടെ കോംപ്ലക്സ് ആയിട്ട് ഫോം ചെയ്യുകയാണ്. അപ്പോൾ അവിടെ നമ്മൾ ഗ്രൂപ്പ് റിയേജൻ്റ് ആഡ് ചെയ്യുന്ന സമയത്ത് precipitate ചെയ്യില്ല. ആസ് എ റിസൾട്ട് മെറ്റൽ നോട്ട് ഗെറ്റ് precipitate ഇൻ റെസ്പെക്റ്റീവ് ഗ്രൂപ്പ്സ്. അവിടെ ഗ്രൂപ്പിൽ precipitate ചെയ്യണില്ല. അതാണ് മൂന്നാമത്തെ കാറ്റഗറിയിൽ നമ്മൾ പറഞ്ഞത്. അതായത് മെറ്റലിനെ കോംപ്ലക്സ് ആയിട്ട് ഓക്സലേറ്റ് ഉണ്ടാവുമ്പോൾ ഓക്സലേറ്റ് മെറ്റലുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് സ്റ്റേബിൾ കോംപ്ലക്സ് ആയിട്ട് ഫോം ചെയ്യും. ആ സ്റ്റേബിൾ കോംപ്ലക്സ് ആയിട്ട് ഫോം ചെയ്ത് കഴിഞ്ഞാൽ വേറെ നമ്മൾ ഗ്രൂപ്പ് റിയേജൻ്റ് ആഡ് ചെയ്യുന്ന സമയത്ത് അത് precipitate ചെയ്യുന്നില്ല. Okay, thank you.